ഹലോ ഡിയേഴ്സ്, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ അവരെ ഇതുവരെ ഭാരപ്പെടുത്തിയിരുന്ന, അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കിയിരുന്ന, അവരുടെ ലൈഫിൽ വേദന ഉണ്ടാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. അവരുടെ കറണ്ട് എനർജി അനുസരിച്ച് അവർ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് കുറ്റബോധവും നിരാശയും ഒക്കെ ആ പേഴ്സണെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. അത് കാരണം ആ വ്യക്തിക്ക് നല്ലതായിട്ട് ഉറക്കം കിട്ടുന്നില്ലായിരിക്കും, നല്ലതായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ തന്നെയാണ് ആ ഒരു വ്യക്തിക്ക്. അവരുടെ ലൈഫിലെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ അല്ലെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സൈക്കിൾ എൻഡായതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻഡായ സമയത്ത് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിച്ചു. ആ അവസാനിച്ചത് കൊണ്ട് ആ വ്യക്തിയെല്ലാം മനസ്സിലാക്കുന്നു. അവരുടെ ലൈഫിൽ അവർ നേടിയതെന്ത്, അവർക്ക് നഷ്ടമായതെന്ത്, എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് കുറ്റബോധവും നിരാശയും തോന്നുകയാണ് ഈ ഒരു സമയം. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. ഈ ഒരു സമയം ആ വ്യക്തിക്ക് വല്ലാത്ത ഒറ്റപ്പെടലാണ് തോന്നുന്നത്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങളെന്നുള്ള വ്യക്തി കൂടി ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം അവരെ വല്ലാതെ അലട്ടുകയാണ്. ഈ സമയത്ത് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകാനുണ്ടായ കാരണം ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ഒരുപാട് ഡിപ്രഷനും സ്ട്രെസ്സുമാണ് ഈ ഒരു സമയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെടലാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം. അവർ ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകുമെന്ന് കരുതുന്നു. അവർ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ് ഈ ഒരു സമയം. നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്. അവരൊരു തീരുമാനം എടുത്തതായിട്ടാണ് കാണുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ലൈഫ് തന്നെയാണ് ഈ വ്യക്തി നോക്കിയിരിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ഈ വ്യക്തി നോക്കിയിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഈ ലൈഫിൽ ഈ സംഭവത്തിനെല്ലാം ഒരു ചേഞ്ച് വരണമെന്ന് ആ വ്യക്തി ഇപ്പോൾ വിചാരിക്കുകയാണ്. എന്ത് ചേഞ്ചാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നോക്കാം. നമുക്ക് ആ കാർഡ് തന്നെ കിട്ടി. ഒരു ഹാപ്പി ഫാമിലി ലൈഫ്. ഒരു ഹാപ്പി ഫാമിലി ലൈഫ് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, നിങ്ങളുടെ ബന്ധത്തിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്നും നിങ്ങളുമായിട്ടുള്ളൊരു സ്പിരിച്വൽ യൂണിയൻ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ചിന്തിച്ചതും അതുതന്നെയാണ്. നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ വ്യക്തിയുടെ സ്വപ്നം. അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു അവരുടെ ലൈഫിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട്. ആ മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും നിങ്ങളുമായി ഒരു സ്പിരിച്വൽ യൂണിയനും വേണ്ടിയിട്ടാണ്. അത് കാരണം ഈ വ്യക്തി
സാഹചര്യം അനുകൂലമായി വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. യൂണിവേഴ്സിലെല്ലാം അവർ ഈ ഒരു സമയം സറണ്ടർ ചെയ്തു കഴിഞ്ഞു. അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും ചെയ്യാനില്ല, യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ഒരു മിറാക്കിൾ കൊണ്ടുവരൂ എന്നുള്ള രീതിയിൽ ആ വ്യക്തി സറണ്ടർ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ലൈഫിലെ ഡാർക്ക് എനർജി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് മുന്നേ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഡാർക്ക് എനർജി, അതായത് നെഗറ്റീവ് എനർജി, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർക്ക് ഈ ഒരു സമയം അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ ഓർത്ത് ആ വ്യക്തി വളരെയധികം സങ്കടപ്പെടുകയാണ്. അവരുടെ ഒരു ലൈഫ് സൈക്കിൾ അവസാനിച്ചെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ആ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കി ആ വ്യക്തി എന്തൊക്കെയാണ് നേടിയതെന്നും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നഷ്ടപ്പെട്ടതെന്നും. ഇപ്പോൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആ വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. ആ വ്യക്തി വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വ്യക്തി. നിങ്ങളിലേക്ക് വരുന്ന വഴികളെപ്പറ്റി ആ വ്യക്തി ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടുക? ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഫ്രണ്ട്സിനോടും ആരോടെങ്കിലുമൊക്കെ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിലേക്ക് എങ്ങനെയാണ് തിരികെ വരേണ്ടതെന്ന്, തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു സമയം ആ വ്യക്തി പാസ്റ്റിലെ വേദനകളെല്ലാം ഹീല് ചെയ്യുകയാണ്. കാരണം ഹീല് ചെയ്ത് ആ വ്യക്തിക്കൊരു പുതിയൊരു മനുഷ്യനായിട്ട് വരണം നിങ്ങളുടെ അടുത്ത്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി ഇപ്പോൾ ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ഒരു ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി സ്വയം ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു ഫയർ എനർജി പോലെ വളരെ എനർജറ്റിക്കായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ ആ വ്യക്തി നടത്തുന്നത്. നമുക്ക് അങ്ങനെയാണ് എനർജി ഇവിടെ കിട്ടുന്നത്. ഒരു പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് ഒരുപാട് സീക്രട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നായിരിക്കാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി, നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനെ കുറിച്ച് ക്ലാരിറ്റി ചോദിച്ചിട്ട് ആ പേഴ്സൻ്റെ പുറകിന് നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്നൊക്കെ ഒഴിഞ്ഞു മാറി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ എല്ലാം മനസ്സിലാക്കി ഇപ്പോൾ സ്വയം ഹീല് ചെയ്യുകയാണ്. ഈ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക്. ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന്. എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം അത്രയും ഓവർഫ്ലോ ചെയ്യുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ. നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ് ഈ ഒരു സമയത്ത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി നോക്കിയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ ഇപ്പോൾ അവരുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തി ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ആ പേഴ്സൺ അറിയുന്നു. നിങ്ങൾ അവരെ ഫീൽ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്കും നിങ്ങളെയും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു പേഴ്സൺ ഓർത്തെടുക്കുകയാണ്. നിങ്ങളുടെ ചിലപ്പോൾ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിനോട് സാദൃശ്യമുള്ള പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഈ ഒരു പേഴ്സൺ പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ബ്യൂട്ടിഫുൾ മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് പാസ്റ്റ് ലൈഫിനെ പറ്റി ആ പേഴ്സൺ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സാഹചര്യം അനുകൂലമായി വരാൻ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളുടെ അരികിലേക്ക് വരുന്ന കാര്യത്തെ പറ്റിയിട്ട്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായൊരു റീയൂണിയൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായൊരു റീയൂണിയൻ, ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിലൊരു ഇരുട്ട് നിറഞ്ഞ ജീവിതമാണെങ്കിൽ അവിടെ ഒരു വെളിച്ചം കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നമുക്കിപ്പോൾ അവളുടെ കറണ്ട് എനർജിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്, അതുകൂടെ നോക്കാം. നീയുമായിട്ടുള്ള ലൈഫ് ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. നിൻ്റെ അടുക്കലേക്ക് വരേണ്ട വഴികൾ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെ വിട്ടുകളയാൻ ഞാൻ ഒരുക്കമല്ല. അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നീയാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നത്. നീയാണ് എൻ്റെ ലൈഫിനൊരു പൂർണ്ണത നൽകുന്നത്. നിന്നെ ഈ ഒരു സമയം നിധി പോലെ കരുതുകയാണ് ഞാൻ. നിനക്കൊരു വാല്യൂ ഞാൻ തന്നിട്ടുണ്ടാകില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ നിൻ്റെ വില മനസ്സിലാക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.